ഇന്ന് ഞങ്ങൾ വന്നേക്കണത് കുജേറ അംബർല ബീച്ചിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ടാങ്കിൻ്റെ വർക്കായിട്ടാണ് വന്നേക്കണത്. ഇതാണ് അംബർല ബീച്ച്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് അംബർലയുള്ളത്. എന്താണ് ഈ പേര് വന്നേക്കണമെന്ന് അറിയില്ല. അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് പണിയുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കാറ്റൊന്നും കിട്ടണില്ല. ഇത് ചെറിയൊരു അണ്ടർഗ്രൗണ്ട് ടാങ്കാണത്. എന്താ ഇതൊരു വേപ്പറൈസറാണ് ഈ സിലിണ്ടർ പോലെ ഇരിക്കുന്നത്. ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് LPG സിലിണ്ടർ വെച്ചുകൊണ്ട് കണക്ട് ചെയ്തേക്കണത്. ഓക്കെ, ഫുള്ള് പസീന നോക്കിയ പൂര പസീന. गर्मी ज़्यादा है, कपड़ा भी देखो पूरा पसीना है, पूरा गीला हो गया. മുഷ്കിൽ ബാബാ. ഇന്നെൻ്റെ അതിസാഹസികമായിട്ടുള്ള വർക്കാണ് ഇത്. ഞാൻ ടൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്. ഞാൻ കിടന്ന് എൻ്റെ കൂടെ നമ്മുടെ ഒരു പാകിസ്ഥാനി ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി അപ്പുറത്തേക്ക് പോയപ്പോഴാണ് എനിക്ക് ടൈറ്റ് ചെയ്യുന്നതുകൊണ്ട് പുള്ളി അപ്പുറത്തേക്ക് പോയി. ചൂട് കൂടുതലായതുകൊണ്ട് തലക്ക് പ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ചില സമയത്താണെങ്കിൽ ടൈറ്റ് ചെയ്യാനും പറ്റണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു പീസും എനിക്ക് ടൈറ്റ് ചെയ്യാൻ കഴിയണ്ടായിരുന്നില്ല. ഇതുപോലെ ഇങ്ങനെ തെറ്റി പോകുന്നു. നമുക്ക് ചൂട് തലയിലടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥയിൽ ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്നപ്പോൾ ഉണ്ടായത്. ആ പാകിസ്ഥാനിയായ എൻ്റെ ഫ്രണ്ട് ഈ പണിയൊന്നും കൊണ്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചൂടത്ത് നിന്ന് പുള്ളി രക്ഷപ്പെട്ട് എന്നെ ചൂടത്ത് നിർത്തിക്കൊണ്ട് പുള്ളി ഇപ്പോൾ വരൂപ്പ പറശ്ശിനായിട്ട് പുള്ളി പെട്ടു. ഞാൻ ആകനെ ചത്ത്. പ്രാചീന കാലത്തെ കുറേ ഉപകരണങ്ങളുണ്ട് ഇവിടെ, കൈവണ്ടിയും കാര്യങ്ങളും എല്ലാനും. ഈ അംബർല ബീച്ച് കുറേ നൊസ്റ്റാളജിയിലുള്ള ബീച്ചാണത്.